ഇതാണ് ഫൗണ്ടേഷൻ ബോൾട്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കാൻ പോകുന്ന ഫൗണ്ടേഷൻ ബോൾട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ഇതിലൊരു നട്ടുണ്ട്, പിന്നെ ഈ ഒരു ഭാഗത്തെയാണ് വാഷർ എന്ന് പറയുന്നത്, പിന്നെ ഒരു ബേസ് പ്ലേറ്റ്, ക്രോസ് റോഡ്, ഐ എൻഡ്, ഹോൾ ഫോർ ഫില്ലിംഗ് ഗ്രൗണ്ട്, പിന്നെ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ബ്ലോക്ക്. ഇത്ര ആണല്ലോ ഈ പടമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കാൻ പോകുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ മെഷീൻസിനെ അതിൻ്റെ ഫൗണ്ടേഷനിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഡയാമീറ്റർ എത്ര തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 20 ആണ് ഡയാമീറ്റർ ആയിട്ട് തന്നിരിക്കുന്നത്. ആ 20 തന്നെ എടുത്തിട്ട് വരയ്ക്കാം. ബോണ്ട് പേപ്പറിലല്ലേ വരയ്ക്കുന്നത്, 20 തന്നെ എടുത്തിട്ട് വരയ്ക്കാം. അപ്പോൾ അതിൽ നമുക്ക് ബോർഡർ വരയ്ക്കാം സാധാ പോലെ. ബോർഡർ വരച്ച് ചെയ്യണം. ഇനി നമ്മൾ ആക്സിസ് വരയ്ക്കാൻ പോവാണ്. നമ്മൾ ആക്സിസും വരച്ചു. ഓക്കെ, ആദ്യം നമ്മൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത്ത് എത്രയാണ് നോക്കാം. അതായത് ഇതാണ് നമ്മൾ റെഫർ ചെയ്യുന്ന, നമ്മൾ വരയ്ക്കേണ്ട ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ 20D ആണ്. അതായത് L ഈസ് ഗ്രേറ്റർ ദാൻ 20D ആണ്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 20Dനേക്കാളും ഗ്രേറ്റർ ആണ്. എൻ്റെ ഇത് വെച്ചിട്ട് ആ ഒരു ഡിസ്റ്റൻസ് 20D വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ അതങ്ങ് വരച്ച് പോവാം.
എന്തായാലും നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ സംഭവം വരയ്ക്കാം. ഏറ്റവും ടോപ്പിൽ D ഡയാമീറ്ററിലൊരു സംഭവം വരയ്ക്കണം. അതിനുശേഷം പിന്നെ എക്സ്റ്റേണൽ ബോൾട്ടിൻ്റെ സംഭവം വരയ്ക്കണം. പിന്നെ വാഷർ വരയ്ക്കണം. അവിടെ നിന്ന് നമ്മൾ ആദ്യം ഒരു 2.5D ഡിസ്റ്റൻസ് എടുക്കണം. അതായത് 2.5 × 20, അതായത് 50. ഇവിടെ ഒന്ന് 50. എന്നിട്ട് നമ്മളവിടെ ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം. ഇതിപ്പോൾ വരയ്ക്കാൻ ശരിയാവുമെന്ന് അറിയില്ല, എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആ മുകളിലത്തെ സംഭവം വരയ്ക്കുന്നുണ്ട്. പിന്നെ ആ മുകളിലത്തെ സംഭവം, സെൻറ്ററിലെ സംഭവം, പിന്നെ അതിൻ്റെ ഇടയിൽ വാഷർ, പിന്നെ ബോൾട്ട് വരയ്ക്കാം. ആ മുകളിലത്തെ സംഭവം ഞാനൊരു ജസ്റ്റ് ഒരു ഒരു 5 mm എടുത്തിട്ട് ഒരു 5 mm ഉൾക്കൊള്ളിക്കാനാണ് നോക്കുന്നത്. വരച്ച് പിന്നെ അതിൻ്റെ ഒരു അകലവും ഞാനൊരു അകലവും വരേണ്ടത്, അതായത് താഴത്തെ ഹെക്സഗണൽ ബോൾട്ടിൻ്റെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് അത് വരുന്നത്. അതായത് താഴത്തേൻ്റെ നടുക്കെന്ന് പറയുന്നത് D ആണല്ലോ. അതായത് ഇവിടെ 20 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ 10 എടുക്കും. അതായത് ഇവിടെ ഇങ്ങോട്ടേക്ക് 10, ഇങ്ങോട്ടേക്കും 10 വരാം. ഇങ്ങനെ വരയ്ക്കാം. താഴത്തേട്ടും കൂടെ നീട്ടിക്കുക. ഈ ഒരു ലെങ്ത് എന്തായാലും എത്രയായിരിക്കും? 20 ആയിരിക്കും. ഏതാ ഹെക്സഗണൽ ബോൾട്ടിൻ്റെ സംഭവം വരയ്ക്കുന്നത് 20 ആയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 10, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 10. ഇത് ഇങ്ങനെ വരയ്ക്കുന്നു, ഇവിടെ വരയ്ക്കുന്നു. അത് ഓക്കെ. അതിൻ്റെ താഴെ നമ്മളൊരു വാഷർ വരയ്ക്കുകയാണ്. വാഷറിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 2D + 3 ആണ്. 2 × 20 40 + 3 43. 43 ÷ 2 ചെയ്യുമ്പോൾ 21.5 വരും. അപ്പോൾ ഇവിടെ ഒരു 20 ഒരു 21.5. ഇതിന് വലിയ നീട്ടമില്ല. ഏകദേശം ഇവിടെയൊക്കെ വരും. അതങ്ങ് വരയ്ക്കാം. അതിൻ്റെ ലെങ്ത്ത് ഒരു 1.5 ഒക്കെ എടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ആ ഹെക്സഗണൽ ബോൾട്ടിൻ്റെ സംഭവം കംപ്ലീറ്റ് ചെയ്തില്ലേ, അതുപോലെ ഇതും കംപ്ലീറ്റ് ചെയ്യാം. 30 ഡിഗ്രി ഒക്കെ വരച്ചിട്ട്. ഇത് 20, 30.
30 60 വരണ്ടേ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ 60, അത് കറക്റ്റായിട്ട്. പക്ഷേ ഇത് സെൻറ്ററും ഇത് റേഡിയസും ആയിട്ട് എടുത്തിട്ട് നമ്മൾ തന്നെ എക്സ്റ്റേണൽ ബോൾട്ടിൻ്റെ വീഡിയോ കണ്ടാൽ മതി. അതിലുള്ള പോലെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ ചെയ്യുന്നു. ആർക്ക് വരച്ചു. സെൻറ്ററിലുള്ള ആർക്ക് ഐ തിങ്ക് ഇത് തന്നെ റേഡിയസ് ആയിട്ട് എടുത്തിട്ട് തന്നെയാണ് വരച്ചത്. ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇത് തന്നെ റേഡിയസ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെയും ആർക്ക് വരെ അത്ര ശരിയായില്ല. ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 1 mm അകലത്തിൽ നിന്ന് ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഇതത്ര മെനയല്ല, അതിൽ ഞാൻ ചെയ്യട്ടെ. ഇതിന് ജസ്റ്റ് ഒരു 5 mm എടുത്താൽ ഞാൻ അതിൽ 10 എടുത്തിട്ടുണ്ടായി. ഞാനതൊരു 5 mm ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, അത് മറിച്ചു. ഇനി ഇവിടുന്ന് ഈ സംഭവം തന്നെ താഴോട്ടൊക്കെ വരയ്ക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഭാഗം നമ്മൾ വെറുതെ വരയ്ക്കുന്നതാണ്.
പിന്നെ ഇങ്ങോട്ടേക്കുള്ള കുറച്ച് ഭാഗമൊക്കെ ചുമ്മാ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഇവിടെയുള്ള കുറച്ച് ഭാഗം നമ്മൾ വെറുതെ വരയ്ക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇവിടം വരെ വെറുതെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ബാക്കിയുള്ളതാണ് നമ്മളിനി ശരിക്കും വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനി എടുക്കുക. അപ്പോൾ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 2.5D ആണ്. അത് കാണാതെ പഠിച്ച് വയ്ക്കുക. ഇനി 5.25 ഇത് ഇവിടെ 2.5 ഇവിടെ 5.25 ഡിസ്റ്റൻസിൽ 5.25Dയിൽ വരയ്ക്കണം. ഇത് 5.25 × 20 105 ആണ് അകലം. ഇത് 40 50 60 70 80 90 105 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഇവിടെ ഇങ്ങനെ വരും. അതായത് ഈ ഒരു പോയിന്റ് ഇവിടെ ഇങ്ങനെ വന്നു. ഇനി ഇവിടെ നിന്ന് 3D അകലത്തിലാണ് നമ്മളിനി ആ ഒരു കേവ് പോലത്തെ സംഭവം വരയ്ക്കാൻ പോകുന്നത്. 3D എന്ന് പറയുമ്പോൾ 3 × 20 60യുടെ പകുതി 30 എടുത്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് 30 ഇവിടെ നിന്ന് 30. ഇത് വേണമെങ്കിൽ 1:1 വരയ്ക്കാം. പക്ഷേ ഈ കറക്റ്റല്ല 1:2 വരയ്ക്കാം. പക്ഷേ ഇത് കറക്റ്റ് ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ 1:1 തന്നെ വരയ്ക്കുന്നത്. സ്ഥലമില്ലെങ്കിൽ 1:2 എടുത്ത് വരയ്ക്കാം. അതിനുശേഷം പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് D ആണ്. ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നതും D ആണ്. അതായത് ഇത് 20 ആണെങ്കിൽ ഇത് 10 ആണ് വരിക. അപ്പോൾ 10 + 20 30. 30 mm ഹൈറ്റിലൊരു സംഭവം എടുക്കുക. എന്നിട്ട് 10 എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. കോമ്പസിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ക്രോസ് സർക്കിൾ എടുക്കുക. ഇതിൻ്റെ ഡയാമീറ്റർ 20 ആണ്. അപ്പോൾ 10 എടുക്കണം. എടുത്തിട്ട് അതൊരു സർക്കിൾ വരച്ചു. ഇതായി ഇനി ഈ പോയിന്റ് വെച്ച് നമ്മളിതിങ്ങനെ ചെരിഞ്ഞ് ഇതിൽ ടച്ച് ചെയ്തൊരു സംഭവമാണ് വരയ്ക്കേണ്ടത്. ഇതിനായിട്ട് ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ടച്ച് ചെയ്യുന്ന ഒരു ടാൻജന്റ് വരയ്ക്കണം. എന്നിട്ട് അവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഞാൻ 20 mm അകലത്തിൽ 20 mm അല്ലല്ലോ പോയിന്റ് 20 mm അകലത്തിൽ ഈ പോയിന്റ് കണ്ടെടുക്കണം. എന്നിട്ട് ഈ പോയിന്റിന് പാരലലായിട്ട് അവിടെ എന്നിട്ട് അത് ഈ ലൈനിൽ വന്ന് നിൽക്കും. അതിനുശേഷം 3D ആണുള്ള ഡയമീറ്റർ, അതായത് 30 എടുത്തിട്ട് എടുത്തിട്ടൊരു സർക്കിൾ വരയ്ക്കും. ഇവിടെ ടച്ച് ചെയ്യും. പക്ഷെ കറക്റ്റ് ഇവിടെ ടച്ച് ചെയ്യാമായിരുന്നു. ഒന്നുമില്ല കറക്റ്റ്. തന്നെ വയ്ക്കാം.
കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കുക. ഇപ്പം മനസ്സിലായി എന്താ പ്രശ്നം. അതായത് ഇവിടെ നിന്നാണ് മീറ്റ് വയ്ക്കേണ്ടത്. സോറി ഇവിടെ നിന്ന് മീറ്റ് വയ്ക്കണം. ഇവിടെ നിന്ന് മീറ്റ് വയ്ക്കണം. പെർഫെക്റ്റ്. എന്നിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു വളവ് ഇങ്ങനെ കൊടുക്കാം. അതും വരച്ചു. അതിന് ശേഷം പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിന്റിൽ നിന്ന് ടാൻജൻറ്റ് വരയ്ക്കണം. ഇവിടെ മുട്ടും. പിന്നെ പാരലായിട്ട് ഇവിടെ നിന്നും വരയ്ക്കണം. എന്നിട്ട് 20 mm ഡിസ്റ്റൻസ് വരുന്ന എവിടെയാണോ നോക്കണം. ഏകദേശം അങ്ങനെയൊക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കുക. എനിക്ക് തോന്നുന്ന ഈ സംഭവം ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഞാൻ ഒന്നുകൊണ്ട് നോക്കട്ടെ, ഒരു മിനിറ്റ്. സോറി, അതങ്ങനെയല്ല വരയ്ക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ നിന്ന് പിന്നെ പാരലായിട്ട് ഒരു ആക്സിസും കൂടെ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഈ സെൻറ്ററിലോട്ട് ആക്സിസ് കൂട്ടിമുട്ടിക്കും. ഇവിടെ ഈ ഒരു പോയിൻ്റ് കണ്ടോ, അതിലേക്ക് ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കും. ഇവിടെ നിന്ന് ഇതിന് പാരലായിട്ട് ഇവിടെ നിന്നും നമ്മൾ ലൈൻ വരയ്ക്കും. ഇത് നമ്മൾ ജോയിൻ ചെയ്യും. നമ്മൾ ഏകദേശം ആ ഭാഗമൊക്കെ കംപ്ലീറ്റ് ആക്കി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ഭാഗം കംപ്ലീറ്റ് ആക്കി. ഈ ഭാഗം ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഒരു 2 mm അകലത്തിൽ, അതായത് ഞാൻ ഇവിടെ നിന്ന് ഈ റോളറിൽ നോക്കിയിട്ടൊരു 2 വരെ റൊട്ടേറ്റ് ചെയ്യും. 1 2 ഒരു ലൈൻ വരയ്ക്കും. 1 2 ലൈൻ വരയ്ക്കും.
നമ്മൾ ഷെയ്ഡുമാക്കി. ഈ ഭാഗം ഇവിടെ ജോയിൻ ചെയ്ത്, അതായത് ഇവിടെ ഒരു ചെറിയൊരു സംഭവം കൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതായത് ഇവിടം വരെ വന്നതിന് ശേഷം ഇത് താഴേട്ട് തന്നെയാണ് വരുന്നത്. അതായത് ഇത് ഭയങ്കര ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇടയിൽ വെച്ചിട്ട് അതിനുശേഷം ഇവിടെ നിന്ന് ഇത് ഇത്തിരി വരുന്നു. ഇതാണ് ആ പോയിന്റ് തീരുന്നത്. അവിടെ നിന്ന് ഒരു ഇത്തിരി ഇങ്ങോട്ട് വരയ്ക്കണം. അതായത് ഇവിടെ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 5 ഡിസ്റ്റൻസിൽ ഈ ഒരു ഭാഗം പിന്നെ ഒരിത്തിരി ഇങ്ങനെ വൃത്തിയായിട്ട് വരയ്ക്കാതെ. വരയ്ക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ലെങ്ത്ത് കൊടുത്തിട്ട് വരയ്ക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കൊടുത്ത സ്പേസിൻ്റെ പ്രശ്നമാണ്. കുറച്ചുകൂടെ ഭംഗി വരും അങ്ങനെ കുറച്ചുകൂടെ ലെങ്ത്ത് ഇതിന് കൊടുത്താൽ. പിന്നെ ഇവിടുന്ന് ഇതൊന്ന് എക്സ്റ്റെൻഡ് ആക്കുക. വരയ്ക്കാം. ഈ ഭാഗവും ഷെയ്ഡാക്കുക. അതായത് ഇവിടെ ഈ ഇത്രയും വരെ ഷെയ്ഡാക്കി കൊടുക്കുക. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 1 mm ചുമ്മാ ഈ ലൈനിങ് വയ്ക്കുക. പിന്നെ ഇവിടെ ആ 30 ഡിഗ്രിയുടെ സംഭവമില്ല, അതും കൂടെ വരയ്ക്കണം. ഞാൻ എക്സ്റ്റേണൽ പൊട്ടില്ല. അതായത് ഇവിടെ നിന്ന് 30 ഡിഗ്രി വരയ്ക്കണം. ഈ മൂല മാത്രം മായ്ച്ച് കളയാം. ഇവിടെയാണ് തീരുന്നെങ്കിലും ഈ സംഭവം കുറച്ചുകൂടെ ഇതിൻ്റെ എൻഡെന്ന് പറഞ്ഞാൽ ഇവിടം വരെ ഉണ്ട്. അതായത് ഏകദേശം കുറച്ചിങ്ങനെ നീട്ടി വരയ്ക്കരുത്. ഈ സംഭവം എൻഡ് ഇവിടം വരെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഔട്ട് സൈഡ് ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. അതിന് ഇത്ര കറക്റ്റ് മെഷർമെൻ്റൊക്കെ എടുത്ത് വരച്ചു. ഇപ്പോൾ കണ്ടതിൽ എനിക്കതിന് മെഷർമെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു 1 ആണെങ്കിൽ അതിനേക്കാളും കുറച്ചൊരു ചെറുതാണ് ഉള്ളിൽ വരുന്ന ലൈൻ. അപ്പോൾ ഒരു 0.5 ഒക്കെ എടുത്തിട്ട് വരയ്ക്കാം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഈ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനത്തെ സംഭവം ഇവിടെയൊക്കെയാണ് കൊടുക്കുക.
പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മൾ ആ കോൺക്രീറ്റിൻ്റെ സംഭവം ഇങ്ങനെ ഡോട്ടഡ് ഫുൾ വൃത്തിയായിട്ട് കംപ്ലീറ്റ് ആക്കുക. ഇവിടെയും അതങ്ങനെ കൊടുക്കുക. പിന്നെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക. ഇത്രയാണ് ഈ ഹുക്കിൽ. ഇതിന് ഐ ആൻഡ് ഹുക്ക് എന്നാണ് പറയുക. ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇതിന് പറയാൻ വേറെ ഒന്നുമില്ല. ജസ്റ്റ് കുറേ സംഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു മനസ്സിലാക്കി വെച്ച് കൊടുത്താണ്. മെയിൻ ഫിഗർ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുക. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു.